നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്ത. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ബഡ് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.വി. രാജേഷ് നിർവഹിച്ചു. സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കൊച്ചി കോർപ്പറേഷൻ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് വഴി പൂർത്തിയാക്കിയ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ സംരംഭങ്ങളെ സാങ്കേതിക മികവിലേക്ക് ഉയർത്താൻ കെ-ടാപ്പ് പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഈ അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് ഹൈസ്കൂൾ പ്രവർത്തന സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാക്കി. ഈ വർഷം ഇറക്കിയ അക്കാദമിക് കലണ്ടറിലാണ് ഹൈസ്കൂളിൽ പ്രവർത്തന സമയം അരമണിക്കൂർ കൂട്ടാൻ തീരുമാനിച്ചത്. വെള്ളി ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സമയമാറ്റം. ഹൈസ്കൂളിൽ 204, UP 200, LPയിൽ 198 അധ്യയന ദിവസങ്ങൾ ഉറപ്പാക്കിയാണ് സ്കൂൾ അക്കാദമിക് കലണ്ടർ പുറത്തിറക്കിയത്. LPക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിനമല്ല. UPയിൽ 2 ശനിയും ഹൈസ്കൂളിൽ 6 ശനിയും പ്രവൃത്തി ദിനം. പൊതുവിദ്യാഭ്യാസ ചട്ടപ്രകാരം LP ക്ലാസ്സുകളിൽ വർഷം 800 പഠന മണിക്കൂറും UP ക്ലാസ്സുകളിൽ 1000 പഠന മണിക്കൂറും ഹൈസ്കൂളിൽ 1100 പഠന മണിക്കൂറുമാണ് വേണ്ടത്. പൊതുവിദ്യാലയങ്ങളിലെ പ്രവൃത്തി ദിനം പഠിക്കാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിയോഗിച്ച 5-അംഗ സമിതി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അധ്യയന ദിനങ്ങൾ നിശ്ചയിച്ചത്. ബഡ് സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.വി. രാജേഷ് നിർവഹിച്ചു. ഇതാദ്യമായാണ് സംസ്ഥാനതലത്തിൽ ബഡ് സ്കൂൾ പ്രവേശനം നടക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ താൽക്കാലിക നിയമനങ്ങളിൽ ബഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് മുൻഗണന നൽകണമെന്ന ആവശ്യം ഗൗരവത്തോടെ പരിശോധിക്കുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. എറണാകുളം ജില്ലയിലെ വടവുകോട് പോൾ പി മാണി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PV ശ്രീനിജൻ MLA അധ്യക്ഷനായി. മന്ത്രിയും MLAയും ചേർന്ന് പൂക്കളും മധുരവും നൽകി വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ, വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മുരുകേശൻ, കുടുംബശ്രീ മിഷൻ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ B. ശ്രീജിത്ത്, ജില്ലാ കോർഡിനേറ്റർ TM റജീന, വടവുകോട് CDS അധ്യക്ഷ CK പ്രേമലത, കേരള ബാങ്ക് റീജിയണൽ മാനേജർ AG രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ 378 ബഡ് സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികളോടെ പ്രവേശനോത്സവം നടന്നു. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും സംയുക്തമായാണ് ബഡ് സ്കൂളുകളുടെയും റീഹാബിലിറ്റേഷൻ സെൻ്ററുകളുടെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ജൂൺ 7 വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്റ്റേർഡ് തപാലിലോ ആക്ഷേപങ്ങൾ നൽകാം. ആക്ഷേപങ്ങൾക്കൊപ്പം ഏതെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും നൽകണം. ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ വിലാസം: സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ, കോർപ്പറേഷൻ ബിൽഡിംഗ്, 4-ാം നില, വികാസ് ഭവൻ PO, തിരുവനന്തപുരം 695033. ഫോൺ 0471 233 5030. നിർദ്ദിഷ്ട ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളും ജനസംഖ്യയും ഭൂപടവുമാണ് കരട് വിജ്ഞാപനത്തോടൊപ്പമുള്ളത്. കരട് വിജ്ഞാപനം അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും ജില്ലാ കളക്ടറേറ്റുകളിലും വെബ്സൈറ്റുകളിലും പരിശോധനയ്ക്ക് ലഭ്യമാണ്. ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കും. സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുമുള്ള സംവരണ വാർഡുകളുടെ എണ്ണവും പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 187 വാർഡുകൾ പുതിയതായി നിലവിൽ വരും. ഇതോടെ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം 2080 നിന്ന് 2267 ആകും. കൊച്ചി കോർപ്പറേഷൻ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് വഴി പൂർത്തിയാക്കിയ 24.76 കോടിയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.വി. രാജേഷ് നിർവഹിച്ചു. കൽവത്തി ഹയർ സെക്കൻഡറി സ്കൂൾ, കോഞ്ചേരി പാലം, കൽവത്തി സ്മാർട്ട് റോഡ് തുടങ്ങിയവയുടെ ഉദ്ഘാടനമാണ് നടത്തിയത്. കൊച്ചിയുടെ മുഖച്ഛായ മാറ്റുന്ന 1107 കോടിയുടെ പദ്ധതികളാണ് കൊച്ചിൻ സ്മാർട്ട് മിഷൻ പദ്ധതി വഴി വിഭാവനം ചെയ്തത്. ഇതിനകം 857 കോടിയുടെ പദ്ധതികളാണ് പൂർത്തിയായതെന്നും മന്ത്രി എം.വി. രാജേഷ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു.
കൊച്ചിക്ക് വികസനത്തിൻ്റെ പുത്തൻ കുതിപ്പ് സമ്മാനിക്കുന്നതിൽ കൊച്ചി കോർപ്പറേഷനും CSML-നും മന്ത്രി പ്രത്യേകം അഭിനന്ദനം അറിയിച്ചു. തുരുത്തി ടവർ, ഫോർട്ട് കൊച്ചി ഹോസ്പിറ്റൽ, മട്ടാഞ്ചേരി ഹോസ്പിറ്റൽ, മട്ടാഞ്ചേരി പാർക്ക് തുടങ്ങിയവ കൂടാതെ 80 കോടിയുടെ റോഡുകൾ മാത്രം സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കീഴിൽ കൊച്ചി നഗരത്തിൽ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. നഗരം മുഴുവൻ സ്മാർട്ട് LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 40 കോടിയുടെ പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട്. അമരാവതി സ്പാർക്ക് റോഡ്, ക്യൂൻസ്വാൾ വാക്ക്വേ തുടങ്ങി 10 പദ്ധതികൾ കൂടി അടുത്ത 6 മാസത്തേക്ക് സ്മാർട്ട് സിറ്റിക്ക് കീഴിൽ പൂർത്തിയാകുന്നുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി CSML 4.72 കോടി ചെലവഴിച്ചാണ് കൽവത്തി ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മാണം പൂർത്തീകരിച്ചത്. കൽവത്തി സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഹൈബി ഈഡൻ MP, KJ മാക്സി MLA എന്നിവർ മുഖ്യാതിഥികളായി. CSML ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി വി നായർ, കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷറഫ്, വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ CD വത്സലകുമാരി, വക്സ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ടീച്ചർ, കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി PS ഷിബു, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ കുടുംബശ്രീ സംരംഭങ്ങളെ സാങ്കേതിക മികവിലേക്ക് ഉയർത്തുന്ന KTAP പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. കുടുംബശ്രീയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലാകുന്ന സാങ്കേതിക മുന്നേറ്റമാണ് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുടെയും സാങ്കേതിക സ്ഥാപനങ്ങളുടെയും നൂതന സാങ്കേതിക വിദ്യകൾ കുടുംബശ്രീ സംരംഭങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതാണ് പദ്ധതി. ഇൻഫോ പാർക്കിലെ ജെയിൻ കൽപ്പിത സർവകലാശാല ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഭാഗമായി 104 സാങ്കേതിക വിദ്യകളുടെ ധാരണാപത്ര കൈമാറ്റവും നടന്നു. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ, ആസൂത്രണ ബോർഡ് കാർഷിക വിഭാഗ മേധാവി S. നാഗേഷ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയവും കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെൻറ്റ് സെൻ്ററും KSCRC ചേർന്ന് വികസിപ്പിച്ച സംയോജിത GIS പോർട്ടൽ സുതാര്യത്തിൻ്റെ ഔപചാരികമായ ലോഞ്ചിങ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ U. കേൽക്കർ ഓൺലൈനായി നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യവും കാര്യക്ഷമവുമായ നിർവഹണം ഉറപ്പാക്കുക എന്നതാണ് പോർട്ടലിൻ്റെ പ്രാഥമിക ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഈ പോർട്ടൽ ഉപയോഗപ്രദമാകും. ഉപയോക്തൃ സൗഹൃദപരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ പോർട്ടലിലൂടെ ബൂത്ത് ലൊക്കേഷനുകൾ, വോട്ടർമാരുടെ എണ്ണം, ബൂത്തിന് സമീപമുള്ള സർക്കാർ ഓഫീസുകളുടെ വിവരം എന്നിവ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഈ പോർട്ടൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായും പോർട്ടൽ ലോഞ്ച് ചെയ്തുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. കുടുംബശ്രീ സംസ്ഥാനതല കലോത്സവം അരങ്ങ് 2025 1ാം സ്ഥാനവും ഓവറോൾ ട്രോഫിയും കണ്ണൂർ ജില്ലയ്ക്ക്, 2ാം സ്ഥാനം കാസർഗോഡ് ജില്ലയും 3ാം സ്ഥാനം തൃശ്ശൂർ ജില്ലയും നേടി. സമാപന സമ്മേളന ഉദ്ഘാടനവും ജേതാക്കൾക്കുള്ള സമ്മാന വിതരണവും ജോസ് കെ മാണി MP നിർവഹിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ആവേശ പോരാട്ടത്തിനൊടുവിൽ 217 പോയിന്റുമായാണ് കണ്ണൂർ ജില്ല ചാമ്പ്യന്മാരായത്. തുടർച്ചയായി 5 വർഷ കിരീട ജേതാക്കൾ കൂടിയായ കാസർഗോഡ് ജില്ല 197 പോയിന്റുമായി 2ാം സ്ഥാനം നേടി. 104 പോയിന്റുമായി തൃശ്ശൂർ ജില്ല 3ാമതായി. കോഴിക്കോട് ജില്ല 69ഉം വയനാട് 62ഉം പോയിന്റുകൾ നേടി. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ സ്വാഗതം പറഞ്ഞു. വിജയികൾക്കുള്ള പുരസ്കാര വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നിർവഹിച്ചു. അതിരമ്പുഴ പള്ളി പാരിഷ് ഹാളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, ഏറ്റുമാനൂർ നഗരസഭ അധ്യക്ഷ ലൗലി ജോർജ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി അജയൻ K. മേനോൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. പാറമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നിർവഹിച്ചു. 1 വർഷം കൊണ്ട് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. വിജയപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീലേഖ, ജില്ലാ മെഡിക്കൽ ഓഫീസ് പ്രതിനിധി ഡോക്ടർ മാർട്ടിൻ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തീക്കോയി ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിടം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിന് 8.5 കോടി രൂപ ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷത വഹിച്ചു.
തീക്കോയ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി തോമസ്, ഈരാറ്റുപേട്ട നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സുഹാന ജിയാസ്, PM അബ്ദുൾ ഖാദർ, തീക്കോയ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവർ സംസാരിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് വഴി സംസ്ഥാന സർക്കാർ അനുവദിച്ച 7.5 കോടി രൂപയും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 1 കോടി രൂപയും ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഇടുക്കി പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ കോതാമല പ്രദേശത്തെ കുടിവെള്ള പദ്ധതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കോതാമല ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷത വഹിച്ചു. പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. വർഷങ്ങളായി കുടിവെള്ളക്ഷാമം അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രദേശത്ത് ജലജീവൻ മിഷൻ പദ്ധതി വഴി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയതിൻ്റെ ഭാഗമാണ് കോതാമല കുടിവെള്ള പദ്ധതി. കോതാമലയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പഴുമലയിലുള്ള 60ഓളം കുടുംബങ്ങൾക്കുള്ള കുടിവെള്ളം പദ്ധതിയിലൂടെ എത്തിക്കാനുള്ള പണികളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസിയാണ് പദ്ധതി നിർവഹണ ഏജൻസി. പഞ്ചായത്തും ജലനിധിയും 25 ലക്ഷം രൂപ അനുവദിച്ചാണ് പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി, പാറത്തോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, KRWSA റീജിയണൽ പ്രോജക്ട് ഡയറക്ടർ റോഷ്നി ജോൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മുണ്ടക്കയം, കോലത്തോട് ഗ്രാമപഞ്ചായത്തുകളിലെ 19,243 വീടുകളിൽ ശുദ്ധജലം എത്തിക്കുന്നതിനായി 284.64 കോടി രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ കീഴിലുള്ള ജലശുദ്ധീകരണശാലയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. 25 കോടി രൂപ ചെലവിലാണ് ജലശുദ്ധീകരണശാലയും അനുബന്ധ ഘടകങ്ങളും നിർമ്മിക്കുന്നത്. ഹാരിസൺ പ്ലാന്റേഷനിൽ നിന്ന് സൗജന്യമായി ലഭിച്ച 70 സെൻറ് സ്ഥലത്താണ് അമരാവതിയിൽ ജലശുദ്ധീകരണശാല സ്ഥാപിക്കുന്നത്. മുണ്ടക്കയം അമരാവതിയിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLAയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രതിദിനം 9 ദശലക്ഷം ലിറ്റർ കുടിവെള്ളം ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുണ്ടക്കയം പഞ്ചായത്തിനായി 9 ജലസംഭരണിയും കോലത്തോട് ഗ്രാമപഞ്ചായത്തിനായി 4 ജലസംഭരണിയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരായ KM രേഖാദാസ്, ജാൻസി സാബു, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ, കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഞാറ്റടി മഹോത്സവം പുത്തൂർ കാട്ടൻപത് പാടശേഖരത്ത് നടത്തി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OS അനീഷ് കുമാർ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM ബിനു, ജില്ലാ പഞ്ചായത്ത് അംഗം KV ബിന്ദു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ സജിമോൻ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ CT രാജേഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ PS ഷീനമോൾ, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KR അജയ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കൊല്ലം എഴുകോണിൽ പുതിയതായി ആരംഭിച്ച അങ്കണവാടിയുടെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. അഭിലാഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുമലാൽ, എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അങ്കണവാടി പ്രവർത്തകർ, ICDS ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് വകയിരുത്തിയ 18,02,000 രൂപ വിനിയോഗിച്ചാണ് എഴുകോൺ HS വാർഡിലെ 80-ാം നമ്പർ അങ്കണവാടി നിർമ്മിച്ചത്. കുട്ടികൾക്കായി അഗ്നിശമന സേനയുടെ സേവനങ്ങളെക്കുറിച്ച് അവബോധമൊരുക്കി മലപ്പുറം കോളൂരിലെ ബാലസൗഹൃദ പഞ്ചായത്ത്. അഗ്നിശമന സേനാ വിഭാഗം നൽകുന്ന സേവനങ്ങളും അവയുടെ രീതികളും തിയറി പ്രാക്ടിക്കൽ ക്ലാസുകളായി കുട്ടികൾക്ക് പകർന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ചോലക്കൽ റാബിയ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു. കിലയുടെ മണ്ണുത്തി ഗുഡ് ഗവേണൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കുട നിർമ്മാണത്തിൽ ഹ്രസ്വകാല ഓഫ് ക്യാമ്പസ് പരിശീലനം സംഘടിപ്പിച്ചു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മെയ് 26 മുതൽ 28 വരെയായിരുന്നു പരിശീലനം. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഷിൽജി പരിശീലനം ഉദ്ഘാടനം ചെയ്തു. വിവിധ തരത്തിലുള്ള കുടകളുടെ നിർമ്മാണ പരിശീലനത്തിൽ 26 പേരാണ് സംബന്ധിച്ചത്. പരിശീലക സില്ല, കോർഡിനേറ്റർ റഷീദ് BP എന്നിവർ നേതൃത്വം നൽകി. പരിശീലനത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കോഴിക്കോട് തിരുവള്ളൂർ ഗവൺമെൻറ് UP സ്കൂൾ കെട്ടിടവും പുറമേരി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തിയും ഉദ്ഘാടനം ചെയ്തു. കുറ്റ്യാടി MLA KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്ററാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കേരള സർക്കാർ അനുവദിച്ച 1.3 കോടി രൂപ വിനിയോഗിച്ച് തിരുവള്ളൂർ സ്കൂളിൽ ഹൈടെക് ക്ലാസ് മുറികൾ, ഡൈനിങ് ഹാൾ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. ചടങ്ങിൽ തൊടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ലീന അധ്യക്ഷത വഹിച്ചു. തിരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC ഹാജര, തിരുവള്ളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D പ്രജീഷ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു.
സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് അനുവദിച്ച 2 കോടി രൂപ ചെലവഴിച്ചാണ് പുറമേരിയിലെ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP പനജ അധ്യക്ഷത വഹിച്ചു. പുറമേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KM ബിജീഷ, MM ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ജൈവനാണ്യം പദ്ധതിയിലൂടെ ചാണകം ശാസ്ത്രീയമായി സംസ്കരിച്ച് ജൈവവളമാക്കി മാറ്റുന്ന മാതൃകയൊരുക്കി വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത്. ചെറുകിട കർഷകർക്ക് ആശ്വാസവും പുതിയ വരുമാന മാർഗവുമാണ് പഞ്ചായത്തിൻ്റെ ജൈവനാണ്യം പദ്ധതി. ക്ഷീരകർഷകരുടെ വീടുകളിൽ നിന്ന് ചാണകം സംഭരിച്ച് ക്ഷീരസംഘങ്ങൾ പരിശീലിപ്പിച്ച തൊഴിലാളികൾ ചാണകം ശേഖരിച്ച് ഉണക്കും. തുടർന്ന് വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡർമ എന്നിവ ചേർത്ത് ശാസ്ത്രീയമായി സംസ്കരിച്ചാണ് വളം തയ്യാറാക്കുന്നത്. ഇവ പാക്കറ്റുകളിലാക്കി ജൈവാമൃതം ബ്രാൻഡാക്കി മാറ്റി അഗ്രോ സർവീസ് സെൻറ്റർ, കാർഷിക കർമ്മസേനകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, മറ്റ് വിപണന കേന്ദ്രങ്ങൾ മുഖേന വിപണിയിലെത്തിക്കുന്നു. ക്ഷീരസംഘങ്ങൾക്ക് വരും വർഷങ്ങളിൽ യന്ത്രവൽക്കരണം നടപ്പാക്കാൻ കൂടുതൽ തുക വകയിരുത്തുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് കുമാർ അറിയിച്ചു. അപകടകരമായ രീതിയിൽ വഴിയരികിലും പൊതുസ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി വെട്ടിമാറ്റാൻ കോട്ടയം ജില്ലാ കളക്ടർ ജോൺ V. സാമുവലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം. മരങ്ങളും ശിഖരങ്ങളും വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് യോഗത്തിൽ പങ്കെടുത്ത MLA മാർ ചൂണ്ടിക്കാട്ടി. ദുരന്ത നിവാരണ നിയമപ്രകാരം മരങ്ങൾ വെട്ടിമാറ്റുന്നതടക്കമുള്ള നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഉത്തരവുകൾ യഥാസമയം പാലിക്കുന്നുണ്ടെന്ന് നഗരസഭ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഉറപ്പാക്കണമെന്നും അല്ലാത്തപക്ഷം കർശന നടപടികളുണ്ടാകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള 1 കോടി രൂപ ഉപയോഗിച്ച് ദുരന്ത നിവാരണത്തിനാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഉപയോഗശൂന്യമായ പാറമടകളിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പഴയ പാറമടകളിലും പരിസരത്തുമുള്ള വഴികളിലും അപകട ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S. ശ്രീജിത്ത്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MP അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യപൂർണമായ സമൂഹത്തെ വാർത്തെടുക്കാനും എല്ലാവർക്കും ആരോഗ്യ പരിപാലനം സാധ്യമാക്കാനും ലക്ഷ്യമിട്ട് മരട് നഗരസഭയിലെ നെട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച ഓപ്പൺ ജിം പ്രവർത്തനം ആരംഭിച്ചു. ഓപ്പൺ ജിമ്മിൻ്റെ ഉദ്ഘാടനം ഹൈബി ഈഡൻ MP നിർവഹിച്ചു. MPയുടെ പ്രാദേശിക വികസന ഫണ്ട് 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ജിം നിർമ്മിച്ചത്. മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സന്നിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നഗരസഭാ സെക്രട്ടറി നാസിം, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാരി എന്നിവർ സംസാരിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് നിർവഹിച്ചു. ആന്റണി ജോൺ MLAയുടെ ആസ്തി വികസന ഫണ്ട് 3.2 കോടി രൂപ ഉപയോഗിച്ച് പുനർനിർമ്മിച്ച കനാൽ ബണ്ട് റോഡുകൾ, ജലസേചന വകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്ത് 30 ലക്ഷം രൂപ വിനിയോഗിച്ച് വികസിപ്പിച്ച അയിരൂർപ്പാടം ഫുട്ബോൾ മൈതാനം, ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഭൂതത്താൻകെട്ട് അനുബന്ധ ടൂറിസം കേന്ദ്രമായ അടിയോളി ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നീ 3 പദ്ധതികളാണ് ചടങ്ങിൽ നാടിന് സമർപ്പിച്ചത്. മുത്തൻകുഴി SNDP ഹാളിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു തുടങ്ങിയവർ സംസാരിച്ചു. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ചെങ്ങന്നൂർ അങ്ങാടിക്കൽ തെക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതിയുടെ ഭാഗമായി വിദ്യാകരണ മിഷനിലൂടെ 1.3 കോടി രൂപ ചെലവിട്ടാണ് കെട്ടിടം ഒരുക്കിയത്. ചടങ്ങിൽ ചെങ്ങന്നൂർ നഗരസഭ അധ്യക്ഷ ശോഭ വർഗീസ്, KSCMC ചെയർമാൻ MH റഷീദ്, ചെങ്ങന്നൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീദേവി ബാലകൃഷ്ണൻ, അങ്ങാടിക്കൽ തെക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ M. നിഷാന്ത് മോഹൻ, അങ്ങാടിക്കൽ തെക്ക് ഗവൺമെൻറ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക സുമം S. കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ നങ്ങ്യാർകുളങ്ങര ഗവൺമെൻറ് UP സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും മന്ത്രി ശിവൻകുട്ടി നിർവഹിച്ചു. രമേശ് ചെന്നിത്തല MLA അധ്യക്ഷനായ ചടങ്ങിൽ ഹരിപ്പാട് നഗരസഭാ ചെയർമാൻ KK രാമകൃഷ്ണൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുബി പ്രജിത്ത്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ പ്ലാൻ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ ചെലവിലാണ് ആധുനിക സംവിധാനങ്ങളോടെ സ്കൂൾ കെട്ടിടം പണിതിരിക്കുന്നത്. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. എറണാകുളം ജില്ലയിലെ ഏലൂർ നഗരസഭയിൽ നടത്തിയ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കാണാം.
11.21 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും 50,000-ൽ താഴെ ജനസംഖ്യയുമുള്ള ഏലൂർ നഗരസഭ പെരിയാറിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളായ FACT, IRE, TCCയുമെല്ലാം ഏലൂരിന്റെ യശസ്സിനെ ഉയർത്തിപ്പിടിക്കുന്നു. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് വളരെ പ്രശംസനീയമായ പ്രവർത്തന രീതിയാണ് ഏലൂർ നഗരസഭ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. മാലിന്യ സംസ്കരണ രംഗത്ത് ക്ലീൻ ഏലൂർ പദ്ധതി നടപ്പിലാക്കി നഗരസഭ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. 2021 നവകേരള പുരസ്കാരം ഏലൂർ നഗരസഭയ്ക്കാണ് ലഭിച്ചത്. മാലിന്യങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുന്നതിനകത്ത് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തരംതിരിച്ച് അത് വികേന്ദ്രീകരിച്ച് സംസ്കരണത്തിൽ ഏലൂർ നഗരസഭ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹരിതകർമ്മസേനയുടെ സേവനം എല്ലാ വാർഡുകളിലും എല്ലാ വീടുകളിലും ലഭ്യമാക്കി ഹരിതകർമ്മസേനയുടെ സ്മാർട്ട് ഗാർബേജ് ആപ്പ് ഏലൂരിലെ മുഴുവൻ വീടുകളിലും സ്ഥാപിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണം ഏറ്റവും മികവുറ്റതാക്കുന്നതിന് ഏലൂർ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു പിടി ജീവനക്കാരും അതോടൊപ്പം തന്നെ കണ്ടിജന്റ് ജീവനക്കാരും നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഹെൽത്ത് ജീവനക്കാരും ഏലൂർ നഗരസഭാ നിവാസികളും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു ബൃഹത്തായ യത്നമാണ് ക്ലീൻ ഏലൂർ പദ്ധതി. സ്വച്ഛ് ഭാരതിൻ്റെയും അതുപോലെ ശുചിത്വ മിഷൻ്റെയും മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാലിന്യ സംസ്കരണം ഏറ്റവും മികവുറ്റതാക്കുന്നതിന് ഏലൂർ നഗരസഭ എന്നും മുൻപന്തിയിൽ നിൽക്കും. 6 സ്ഥിരം കണ്ടിജന്റ് തൊഴിലാളികളും 21 ഹരിതകർമ്മ സേനാ അംഗങ്ങളും 16 കുടുംബശ്രീ കണ്ടിജന്റ് തൊഴിലാളികളും ചേർന്ന ഏലൂരിനെ നല്ല ചേലുള്ള ഒരു ഊരാക്കി മാറ്റുന്നു. ഏലൂരിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം എടുത്തു പറയേണ്ട ഒന്നാണ്. വീടുകൾ തോറും കയറി മാസത്തിൽ 2 തവണ അജൈവ മാലിന്യം ശേഖരിച്ചു വരുന്നു. അതുപോലെ തന്നെ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിച്ചു വരുന്നു. ശേഖരിച്ച അജൈവ മാലിന്യം MCFകളിൽ തരംതിരിക്കുകയും RRFകളിലുള്ള ഷ്രെഡിംഗ് യൂണിറ്റും ബെയിലിംഗ് യൂണിറ്റും ഉപയോഗിച്ച റീസൈക്ലിംഗിനായി നൽകുകയും ചെയ്തു പോരുന്നു. പൊതുജനങ്ങൾക്ക് നഗരസഭയുടെ പല ഭാഗങ്ങളിലും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിക്ഷേപിക്കുന്നതിനു വേണ്ടി ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഉറവിട മാലിന്യ സംസ്കരണത്തിന് പ്രോത്സാഹനം നൽകുന്നതിനു വേണ്ടി വീടുകൾക്ക് 90% സബ്സിഡിയോടുകൂടി ബയോ കമ്പോസ്റ്റർ ബിന്നുകളും ബയോഗ്യാസ് പ്ലാന്റുകളും നൽകി വരുന്നു. ബിന്നുകളിൽ ഉപയോഗിക്കുവാനുള്ള ചകിരിച്ചോറ ഹരിതകർമ്മസേന ആവശ്യക്കാർക്ക് വിതരണം നടത്തി വരുന്നു. ഹരിതകർമ്മസേനയുടെ അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനങ്ങൾ വഴി നവകേരള പുരസ്കാരം 2021 ലഭിക്കുകയുണ്ടായി. മാലിന്യ സംസ്കരണ മേഖലയുടെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നഗരസഭയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നവകേരള പുരസ്കാരം 2021-22 കാലയളവിൽ ലഭിക്കുകയുണ്ടായി. ആ കാലയളവിൽ തന്നെ നഗരസഭയ്ക്ക് ODF+ പുരസ്കാരവും അല്ലെങ്കിൽ ODF+ സർട്ടിഫിക്കറ്റും ലഭിക്കുകയുണ്ടായി. അങ്ങനെ മാലിന്യ സംസ്കരണം അതേപോലെ തന്നെ കൂടുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സ്ട്രീംലൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെ ഹരിതമിത്രം ആപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തീകരിച്ച ഏലൂർ നഗരസഭയ്ക്ക് മാറുവാനും സാധിച്ചിട്ടുണ്ട്. നഗരസഭയിലെ എല്ലാ വീടുകളിലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായുള്ള QR കോഡ് 100% വീടുകളിലും പതിപ്പിച്ച ആദ്യ നഗരസഭകളിൽ ഒന്ന് ഏലൂരായതിന്റെ ഭാഗമായി അഭിനന്ദനവും ഏലൂർ നഗരസഭയ്ക്ക് ലഭിക്കുകയുണ്ടായി. എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ജെൻഡർ ഫ്രണ്ട്ലി പ്രവർത്തനങ്ങളിലേക്ക്. എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് മികച്ച ലിംഗസൗഹൃദ പഞ്ചായത്തായി മാറുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. വനിതാ ഘടക പദ്ധതിയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും 13ാം പഞ്ചവത്സര പദ്ധതി മാർഗരേഖയിലെ നിർദ്ദേശങ്ങളും ലിംഗസൗഹൃദ തദ്ദേശ ഭരണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. തുടർന്ന് തയ്യാറാക്കിയ ജെൻഡർ നയരേഖയാണ് സ്ത്രീ സൗഹൃദ ആമ്പല്ലൂർ എന്ന ആശയത്തിന്റെ അടിത്തറയായത്. ഈ ആശയത്തിന്റെ സാക്ഷാത്കാരത്തിനായി വൈവിധ്യവും നിരന്തരവുമായ പ്രവർത്തനങ്ങൾക്കായി കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്ററെ നിയമിച്ചു. ജെൻഡർ റിസോഴ്സ് കമ്മിറ്റിയും ഗ്രൂപ്പും രൂപീകരിച്ചു. എല്ലാവിധ സൗകര്യങ്ങളോടെ ജെൻഡർ റിസോഴ്സ് സെന്റർ ആരംഭിച്ചു. വനിതാ ശിശു വികസന ഓഫീസും കൌൺസിലിംഗ് സെന്ററും റിസോഴ്സ് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ജെൻഡർ ലൈബ്രറി സജ്ജീകരിച്ചു.
സ്ത്രീകളുടെ പദവി സംബന്ധിച്ച് നടത്തിയ പഠനം പരിഷ്കരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. ആശയ പ്രചാരണത്തിന്റെയും വായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായി രൂപീകരിച്ച ജെൻഡർ റിസോഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിമാസ സാംസ്കാരിക സംഗമങ്ങൾ നടത്തുവാൻ തുടങ്ങി. സമതാ മാസിക തയ്യാറാക്കി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനും വാർഡ് തല ജാഗ്രതാ സമിതികളും പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിയും ശക്തിപ്പെടുത്തി. എല്ലാ വാർഡുകളിലെയും അങ്കണവാടികൾ ജാഗ്രതാ സമിതി ഓഫീസുകളായി. എല്ലാ വാർഡുകളിലും വിദ്യാലയങ്ങളിലും പഞ്ചായത്ത് ഓഫീസിലും പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചു. വാർഡ് തല ജാഗ്രതാ സമിതികൾ ലഭിക്കുന്ന പരാതികളിൽ പരിഹാരത്തിനായുള്ള ഇടപെടൽ നടത്തുന്നു. പഞ്ചായത്ത് തല സമിതിയുടെ യോഗങ്ങൾ എല്ലാ മാസവും ചേർന്ന് വാർഡ് തലത്തിൽ നിന്നും നേരിട്ടും ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നു. ആവശ്യമായ അന്വേഷണങ്ങൾ നടത്തി തീരുമാനമെടുക്കുന്നു. നാളിതുവരെ ലഭിച്ച 79 പരാതികൾ പരിഹരിച്ചു. വിദ്യാലയങ്ങളിൽ ആരംഭിച്ച ജെൻഡർ ക്ലബ്ബുകൾ കുട്ടികളിൽ ജെൻഡർ അവബോധം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുട്ടികളുടെ പരാതികൾ കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും ജെൻഡർ ഡെസ്ക് പ്രവർത്തിക്കുന്നു. വിദ്യാലയങ്ങളിൽ ഷീപാഡ് പദ്ധതി നടപ്പാക്കി ഇൻസിനറേറ്റർ സ്ഥാപിച്ചു. വനിതകൾക്കായി കുടുംബശ്രീയുടെ സ്ഥിരം തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചു. പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ എന്നിങ്ങനെ തൊഴിൽ ഗ്രൂപ്പുകൾക്ക് പരിശീലനം നൽകി. വ്യക്തിത്വ വികസനം, ഇന്റർവ്യൂവിന് തയ്യാറെടുക്കൽ, പ്രൊഫൈൽ തയ്യാറാക്കൽ എന്നിവയിലും പരിശീലനം നൽകി വരുന്നുണ്ട്. IHRD നൽകിയ പരിശീലനത്തിലൂടെ ആരംഭിച്ച തൊഴിൽ സംരംഭവും വനിതകളുടെ ബിസിനസ് സംരംഭവും മത്സ്യ വിപണന കേന്ദ്രവും അഗ്രോമാർട്ടിൽ പ്രവർത്തിക്കുന്നു. പഞ്ചായത്തിൽ 82 ഗ്രൂപ്പ് സംരംഭങ്ങളുണ്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ മേളകൾ നടത്തിവരുന്നു. അവ ജെൻഡർ ആശയങ്ങൾ കൂടി പങ്കുവയ്ക്കുന്ന മേളകളായി മാറുന്നു. യോഗ പരിശീലനം നൽകി വരുന്നു. പഞ്ചായത്തിന്റെ പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ള ഫിറ്റ്നസ് സൗകര്യങ്ങൾ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വിദ്യാർത്ഥിനികൾക്കായുള്ള തായ്ക്കൊണ്ടോ പരിശീലനം നടത്തിവരുന്നു. കോവിഡ് രോഗബാധയുടെ കാലത്ത് ടെലി കൌൺസിലിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. പരാതി പരിഹാര സംവിധാനം ഓൺലൈനായി പ്രവർത്തനക്ഷമമാക്കി. രാത്രി നടത്തവും പൊതു ഇടം എന്റേതും എന്ന പ്രഖ്യാപനവും വർദ്ധിച്ച പങ്കാളിത്തത്തോടെ നടന്നു. പ്രത്യേക മൊഡ്യൂൾ ഉപയോഗിച്ച് വാർഡ് തലങ്ങളിൽ തുല്യതാ സംഗമങ്ങൾ നടത്തി. നിയമബോധവൽക്കരണം, ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ക്ലാസ്, കോവിഡും കുട്ടികളും ക്ലാസ്, രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണം, ആരോഗ്യ സെമിനാർ, GRC അംഗങ്ങൾക്കുള്ള പരിശീലനം, പഠന റിപ്പോർട്ട്, നയരേഖ ചർച്ച ക്ലാസുകൾ, സ്ത്രീപക്ഷ നവകേരള ക്യാമ്പയിൻ എന്നിവയും നടന്നു. ഇന്ത്യയിലെ 5 പഞ്ചായത്തുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ ദേശീയ ഓൺലൈൻ സെമിനാറിൽ കേരളത്തിൽ നിന്നും ആമ്പല്ലൂർ പങ്കെടുത്തു. ആമ്പല്ലൂർ ലിംഗനീതി അധിഷ്ഠിത ഭരണത്തിന്റെ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ്. ആമ്പല്ലൂരിന്റെ ജെൻഡർ സൗഹൃദ തദ്ദേശ ഭരണ പ്രവർത്തനങ്ങളിൽ ഏവരുടെയും സഹകരണം സാദരം അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് സംസാരിക്കാം. ഞാൻ ചന്ദ്രബാബു, പാലക്കാട് ജില്ലയിലെ ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അതിദാരിദ്ര്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? അതിദാരിദ്ര്യ സർവേ പ്രകാരം അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട 60 കുടുംബങ്ങളെയാണ് നമ്മൾ കണ്ടെത്തിയത്. അവരെ അതിദാരിദ്ര്യത്തിൽ നിന്നും വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൈക്രോ പ്ലാനിന് പഞ്ചായത്ത് രൂപം കൊടുത്തു. ആ മൈക്രോ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്? ചളവറ ഗ്രാമപഞ്ചായത്ത് കാർഷിക പ്രധാനമായൊരു പഞ്ചായത്താണ്. ജനസംഖ്യയിൽ ഭൂരിഭാഗവും കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ല് തന്നെയാണ്. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങളായി ജനകീയാസൂത്രണ പദ്ധതി ആരംഭിച്ച കാലം മുതലേ കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് പഞ്ചായത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തരിശിട്ട കൃഷിയിടങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടലുകൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പഞ്ചായത്ത് നടത്തുകയുണ്ടായി. അത് പൂർണ്ണമായും ഫലപ്രാപ്തി കൈവരിച്ചു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സമഗ്ര നെൽകൃഷി വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സമൃദ്ധി എന്ന പേരിലൊരു പ്രോജക്റ്റ് ഏതാനും വർഷങ്ങളായി നടപ്പാക്കി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കാർഷിക വൃത്തിയിൽ നിന്നും
പിൻവലിഞ്ഞു പോയ നല്ലൊരു വിഭാഗം ആളുകളെ കാർഷിക വൃത്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. ഈ ആരോഗ്യ മേഖലയിലെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്? ആരോഗ്യരംഗത്ത് നല്ല ഇടപെടലാണ് ഞങ്ങളുടെ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിലായി ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ 5 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവിടുത്തെ സേവനത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് ഒരുപാട് പദ്ധതികൾ മുൻ വർഷങ്ങളിലെല്ലാം തന്നെ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആളുകൾക്ക് പൊതു ആരോഗ്യ സ്ഥാപനങ്ങളോടുണ്ടായിരുന്ന സമീപനത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ദിവസേന OPയിൽ 300 ആളുകൾ വരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് ചളവറയിലെ കുടുംബാരോഗ്യ കേന്ദ്രം. അതുപോലെ തന്നെ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും നല്ല നിലയിൽ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ ഇതിനകം ചെലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ ആ കുടുംബാരോഗ്യ കേന്ദ്രം വളരെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ദുരന്ത നിവാരണത്തിന് വേണ്ടി ദുരന്ത സാധ്യത മേഖലയാണ് നമ്മുടെ പഞ്ചായത്ത്. അപ്പം അങ്ങനെയാണെങ്കിൽ ദുരന്ത നിവാരണത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ദുരന്ത നിവാരണം എന്ന ആ മേഖലയിൽ നമുക്ക് ഇടപെടുന്നതിന് കുറേ പരിമിതികളുണ്ട്. കാരണം കഴിഞ്ഞ 2018-ലും 2019-ലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ അല്ലെങ്കിൽ പ്രളയത്തിൽ നമുക്ക് 2-3 ഇടങ്ങളിൽ ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടലുകളുണ്ടായി. ജീവപായമുണ്ടാവുന്ന അവസ്ഥയൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് കുന്നും മലകളും ഒക്കെ നിറഞ്ഞ ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ അതിതീവ്രമായ മഴ ഉണ്ടാവുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. അതിലിപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പരിസ്ഥിതിക്ക് വലിയ തോതിൽ ദോഷം ചെയ്യുന്ന സംരംഭങ്ങളോടൊക്കെ തന്നെ പഞ്ചായത്ത് പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം സ്വീകരിക്കാറില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ദുരന്തം ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും അതുപോലെ തന്നെ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് പിന്നൊരു കാര്യം. അതിലിപ്പോൾ പഞ്ചായത്തിന് സ്വന്തമായ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ കുറച്ച് പരിമിതികളുണ്ട്. പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്തിൽ പൊതു ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞങ്ങൾ ക്യാമ്പായിട്ട് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അവിടെ ശുചിമുറികളും ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി കൂടുതൽ ഒരുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഫണ്ട് ഞങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേക വളണ്ടിയർ സംഘങ്ങളാണ് അത് കോവിഡ് കാലത്തും അതുപോലെ തന്നെ പ്രളയത്തിൻ്റെ ഘട്ടത്തിലുമൊക്കെ തന്നെ നമ്മുടെ ടീമുണ്ടായിരുന്നു. ഏത് സമയത്തും അവരെ സജീവമാക്കാൻ കഴിയുന്ന വിധത്തിൽ അവരെ നമുക്ക് രംഗത്തിറക്കാൻ കഴിയും. അടുത്തതായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾക്ക് രൂപകൽപ്പന നടത്തി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ 27 അംഗൻവാടി കേന്ദ്രങ്ങളുണ്ട്. ഈ 27 അംഗൻവാടി കേന്ദ്രത്തിൽ ഒരു അംഗൻവാടിക്ക് മാത്രമാണ് സ്വന്തമായി സ്ഥലം ഇല്ലാത്തത്. മറ്റെല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായി സ്ഥലമുണ്ട്, സ്വന്തമായി കെട്ടിടങ്ങളുണ്ട്. ഇപ്പോൾ 2025-2026 വാർഷിക പദ്ധതികളിൽ ഒരു സംയുക്ത പദ്ധതിയായി നമ്മൾ എല്ലാ അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളാക്കുന്നതിന് വേണ്ടി 33 ലക്ഷം രൂപ അതിന് വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. സംയുക്ത ബഹുവർഷ പദ്ധതിയായിട്ടാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളതെങ്കിലും ഈ മാർച്ച് 31 മുമ്പ് തന്നെ എല്ലാ അംഗൻവാടികളുടെയും ഈ സ്മാർട്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അംഗൻവാടികളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മുൻ വർഷങ്ങളിലൊക്കെ തന്നെ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാ വർഷവും സർഗവേദി ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകൾ സംഘടിപ്പിച്ച്
ആ ക്യാമ്പിൽ കുട്ടികളുടെ ഇത്തരത്തിലുള്ള സർഗവാസനകളെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും സഹായകമായ വിധത്തിൽ ക്യാമ്പുകൾ ഒരുക്കാറുണ്ട്. അതുപോലെ മറ്റേ അംഗൻവാടി കുട്ടികൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങൾ, അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ, ഇതൊക്കെ തന്നെ എല്ലാ വർഷവും നമ്മൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകാറുണ്ട്. സ്ത്രീകളുടെ വികസനത്തിന് വേണ്ടി നിരവധി പദ്ധതികൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. 10% പദ്ധതി വിഹിതത്തിൻ്റെ 10% വനിതാ ഘടക പദ്ധതിക്കായി ഓരോ വർഷവും നമ്മൾ നീക്കി വയ്ക്കുന്നുണ്ട്. അത് ഫലപ്രദമായി ആ ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ ശാക്തീകരണവും അവർക്കിടയിലെ ദാരിദ്ര്യ ലഘൂകരണവും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച കുടുംബശ്രീ സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ വളരെ ശക്തമാണ്. കുടുംബശ്രീ സംരംഭങ്ങൾ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറേയേറെ ആരംഭിക്കാനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ആത്മവിശ്വാസവും ആത്മബോധവും വളർത്താൻ സഹായകമായ വിധത്തിലുള്ള നിരവധി പദ്ധതികൾ, ഇപ്പോൾ കരാട്ടെ പരിശീലനം പോലെ, യോഗ പരിശീലനം പോലെയുള്ള പദ്ധതികളെല്ലാം നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കുറച്ചു മുന്നേ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ പഞ്ചായത്ത് കുന്നും മലയൊക്കെയുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ടൂറിസ്റ്റ് സാധ്യത കൂടുതലുള്ള ഒരു പഞ്ചായത്തായിരിക്കില്ല. അപ്പോൾ ടൂറിസ്റ്റ് മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്? ടൂറിസം വികസനത്തിന് ഞങ്ങൾക്ക് ഉള്ളൊരു വലിയ തടസ്സമെന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ സ്ഥലമില്ല എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൽ വർഷക്കാലത്ത് ഒരു 4-5 മാസം വളരെ സജീവമായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ ആ മഴക്കാലം കഴിയുന്നതോടുകൂടി ആ വെള്ളച്ചാട്ടം നിൽക്കും. ഈ വെള്ളച്ചാട്ടം ഈ മഴക്കാലത്തൊക്കെ തന്നെ ധാരാളം സന്ദർശകരെത്തും. പക്ഷേ ഇതെല്ലാം സ്വകാര്യ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ സ്ഥലമില്ലാത്തതാണ് പല കാര്യങ്ങളിലും നമുക്ക് ഒരു പ്രശ്നമായി വരുന്നത്. പിന്നെ ഈ ഗൾഫ് പണത്തിനൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു മേഖലയായതുകൊണ്ട് ഭൂമിയുടെ വില വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചായത്തിന് സ്ഥലം ഏറ്റെടുത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കുറേ പരിമിതികളുണ്ട്. അടുത്തത് ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. പഞ്ചായത്ത് ഇതുവരെ നടത്തിക്കൊണ്ടുവന്നതും നടത്താൻ പോകുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് 2 വാക്ക് പറയാം. ഞങ്ങൾ ഈ സാമ്പ്രദായികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ റോഡ് കണക്ടിവിറ്റി, അതുപോലെ തന്നെ കുടിവെള്ളം, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ അത് മാത്രമല്ല ശ്രദ്ധിക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ ബൗദ്ധികവും ദൈക്ഷണികവുമായിട്ടുള്ള വികസനം കൂടി, ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അതുകൂടി ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു പക്ഷേ കേരളത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ലിറ്റററി ഫെസ്റ്റിവൽ ഈ മെയ് മാസത്തിൽ സംഘടിപ്പിക്കുക. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിലൈഡിങ് സഹായത്തോടു കൂടിയാണ്. ഞങ്ങൾ കില ഡയറക്ടർ ജനറലൊക്കെ ആയിട്ട് സംസാരിച്ചു. അതുപോലെ മറ്റേ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കോഴിക്കോട് കോർപ്പറേഷൻ്റെ സഹായം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥശാലകളുടെ വികസനത്തിന് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും ഗ്രന്ഥശാലകൾക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപ മുഖവിലയുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ നൽകാറുണ്ട്. അതുപോലെ തന്നെ പുതിയ ഗ്രന്ഥശാലകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഫർണിച്ചർ പോലെ, ബുക്ക് ഷെൽഫ് പോലെ ഇതെല്ലാം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ 10-40ഓളം യൂത്ത് ക്ലബ്ബുകളുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. ആ യൂത്ത് ക്ലബ്ബുകൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ ചില മാനദണ്ഡങ്ങൾ വയ്ക്കും. കാരണം പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിൽ സഹകരിക്കുന്ന ക്ലബ്ബുകൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. അത് ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തു വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷമായി സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവും ചളവർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പ്രസിഡൻറ്റുമായ ICP നമ്പൂതിരി ഒരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു ICP പുരസ്കാരം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത്. അതിൻ്റെ 5ാമത്തെ വർഷമാണ്. ഇപ്പോൾ ഈ മെയ് 27-ാം തീയതിയാണ് അത് നൽകുന്നത്. അത് ഓരോ മേഖലയിലും മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള
മറ്റ് വ്യക്തിത്വങ്ങൾക്കാണ് ഞങ്ങളത് നൽകാറ്. ആദ്യത്തെ കൊല്ലം ഞങ്ങൾ നൽകിയത് ആരോഗ്യ മേഖലയിലെ പ്രവർത്തന മികവിനെ മുൻനിർത്തിക്കൊണ്ട് ശൈലജ ടീച്ചർക്കായിരുന്നു അവാർഡ് നൽകിയത്. രണ്ടാമത്തെ വർഷം മാധ്യമ മേഖലയിൽ മികച്ച മറ്റ് പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു വെങ്കടേഷ് രാമകൃഷ്ണനാണ് കൊടുത്തത്. മൂന്നാമത്തെ വർഷം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ ടി പത്മനാഭനാണ് കൊടുത്തത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊടുത്തത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ജനകീയ ആസൂത്രണത്തിൻ്റെയും രംഗത്ത് അതിനെല്ലാം തുടക്കത്തിൽ നേതൃത്വം കൊടുത്ത പാലൊളി മുഹമ്മദ് കുട്ടി മുൻ മന്ത്രിക്കാണ് കൊടുത്തത്. ഈ വർഷം ഞങ്ങൾ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയെ മുൻനിർത്തിയാണ് ആ പുരസ്കാരം നൽകുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സാംസ്കാരിക നായകന്മാരെയും ചിന്തകന്മാരെയും എല്ലാം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ദേശീയ സെമിനാർ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായി ഇപ്പോൾ നടക്കുന്ന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ, അത് ഏറ്റവും ഫലപ്രദമായി ഞങ്ങളുടെ പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു വലിയ അവബോധം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൻ്റെ നാനാതുറകളിലുമുള്ള വ്യക്തികൾ, ഗ്രൂപ്പുകൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ ഇവരെയൊക്കെ നമുക്ക് ഈ ക്യാമ്പയിനിൽ സജീവമായി അണിനിരത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ മാസം സീറോ വേസ്റ്റ് ദിനമാണ് 30-ാം തീയതി. അതിനു മുമ്പ് എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ച് പഞ്ചായത്തിൻ്റെ പ്രഖ്യാപനവും നടക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പഞ്ചായത്ത് കൂടിയാണ് ചളവറ ഗ്രാമപഞ്ചായത്ത്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? ഞങ്ങളൊരു ശുദ്ധ നാട്ടിൻപുറമാണ് ഞങ്ങളുടെ പഞ്ചായത്ത്. അപ്പോൾ ഞാൻ 1995 പഞ്ചായത്ത് ഭരണസമിതിയിലുണ്ടായിരുന്നതാണ്. 95-ലും 2000-ലും പ്രസിഡൻ്റായിരുന്നു. പക്ഷെ അന്നൊന്നും ജനകീയാസൂത്രണ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്ന ഘട്ടത്തിലൊന്നും തന്നെ ഞങ്ങൾക്ക് അഭിസംബോധന ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത ഒരു മേഖലയാണ് ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. കാരണം ഒരു ശുദ്ധ നാട്ടിൻപുറ ഇപ്പം എന്താ വെച്ചാൽ നാട്ടിൻപുറങ്ങൾ അതിവേഗം നഗര സ്വഭാവത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളുടേതുപോലുള്ള ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട ഒരു മേഖലയായി ഇത് മാറിയിട്ടുണ്ട്. അത് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ അത് നമ്മുടെ പഞ്ചായത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള വ്യക്തികളെയും ഗ്രൂപ്പുകളെയും സംഘടനകളെയും സ്ഥാപനങ്ങളെയും എല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്നതിന് ചളവറ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളും വികസനങ്ങളും കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സർ. നമസ്കാരം. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.